preethas ammusലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. പുളിയിഞ്ചിക്ക് വേണ്ട സാധനങ്ങളാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 200 ഗ്രാം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വാളംപുളി, കുറച്ച് ഉപ്പ്, അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, കടുക്, കൊല്ലമുളക്, വേപ്പില, ശർക്കര. ഇഞ്ചി ഞാൻ ഇങ്ങനെ റൗണ്ട് ഇതേപോലെ അരിഞ്ഞ് കൊടുക്കണം. ഞാൻ എന്നിട്ട് ചോപ്പറിലാണ് ഒന്ന് ഇത് ഒതുക്കിയെടുക്കണത്. നമുക്ക് ചെറിയ ജാറിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. പിന്നെ കൊത്തി ഇതേപോലെ അരിഞ്ഞിട്ട് നമുക്കിങ്ങനെ കൊത്തി ഇതേപോലെ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഈസിക്ക് വേണ്ടി ചോപ്പറിലാണ് അരിഞ്ഞെടുക്കുന്നത്. മൊത്തം ഞാൻ കട്ട് ചെയ്ത് അരിഞ്ഞ് കാണിച്ചു തരാം. ഇതേപോലെ മൊത്തം അരിഞ്ഞ് നമുക്ക് ചോപ്പറിൽ അരിയാം. നമ്മുടെ ഇഞ്ചി അരിഞ്ഞത് റെഡി ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ പച്ചമുളക് ഇടുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ ഇതിലോട്ട് 4 പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇഞ്ചി കറി ഇന്ന് നമുക്ക് ഉരുളിയിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇഞ്ചിക്കറി ആയതുകൊണ്ട് അത്യാവശ്യം വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിക്കണം. ഞാനിപ്പോൾ ഇത്ര ഒഴിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി ഇതിലോട്ട് ഇടാം. ഇഞ്ചി നന്നായിട്ട് മൂത്ത് തന്നെ അതുവരെ നമുക്ക് ഇളക്കണം. ഇതിലോട്ട് നമുക്ക് അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് പുളിയിഞ്ചി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ് പുളിയിഞ്ചി. വറുത്തരച്ച് വെക്കുമ്പോൾ വളരെ ടൈം എടുക്കും. പുളിയിഞ്ചി വെക്കുമ്പോൾ നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് തന്നെ പുളിയിഞ്ചി റെഡിയാക്കാം. ഇഞ്ചി ശരിക്കും മുരിഞ്ഞിട്ടില്ല. ഒന്നും കൂടി ശരിക്കും മുരിഞ്ഞു വന്നവരെ നമുക്ക് ഇളക്കാം. നന്നായിട്ട് ഇത് മുരിഞ്ഞ് വന്നാൽ മാത്രമാണ് മുളക് പൊടിയൊക്കെ ഇടാൻ പാടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വരെ മൊരിഞ്ഞിട്ടുണ്ടോയെന്ന് സംശയം വരണമെങ്കിൽ പതുക്കെ എടുക്കണം. ചൂടാണ്, എന്നാലും ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ കൈ കൊണ്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇത് കരിഞ്ഞു പോവാണ്ട് നമുക്ക് ഇത് ഇളക്കിയെടുക്കണം. അത് ശ്രദ്ധിച്ചോളണം, കരിഞ്ഞു പോവാണ്ട്. ഇനി ഇതിലോട്ട് ഇപ്പം മുളക് മൂത്തിട്ടൊക്കെ ഉണ്ട്, നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളി പിഴിഞ്ഞ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഇതിലോട്ട് നമുക്ക് ഇത്തിരി ശർക്കര ഇട്ട് കൊടുക്കാം.
ഇഞ്ചിക്കറി നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഈ പരുവത്തിൽ എടുക്കണം ഇഞ്ചിക്കറി. ഇനി നമുക്ക് ഇതിലോട്ട് താളിച്ചിടാം. നമുക്കിനി കടുക് കളിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കടുകിടാം. ഇതിലോട്ട് വേപ്പിലയും കൊല്ലമുളകും ഇട്ട് കൊടുക്കണം. ഇനി നമ്മുടെ ഇഞ്ചിക്കറിയിലോട്ട് കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ ഒരു കറിയാണ്. നിങ്ങളിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.